Hello, my dear students, my dear children. We are starting the part 2 video of our chapter Price and Market. Sixth chapter, Social Science 2. ജോഗ്രഫിയിലെ ചാപ്റ്റർ 6 നമ്മുടെ തേർഡ് ടേം പോർഷനാണ്. തേർഡ് ടേം നമ്മുടെ ഫൈനൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്ററാണ് പ്രൈസ് ആൻഡ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിലെ ഓൾറെഡി ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 വീഡിയോ നിങ്ങൾ കാണണം. 9ാം ക്ലാസ്സുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളെ പ്ലീസ് ടീച്ചറിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ നിങ്ങളുടെ SSLC പുതിയ പുസ്തകമായിരുന്നു ഈ വർഷം, അതുകൊണ്ട് തന്നെ അടുത്ത വർഷം സെയിം പുസ്തകമായിരിക്കും കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ചാപ്റ്റേഴ്സും നല്ല എക്സ്പ്ലനേഷനോട് കൂടിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പം അടുത്ത വർഷവും ടീച്ചറിനെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രൈസ് ആൻഡ് മാർക്കറ്റ് ചാപ്റ്ററിലെ നമ്മുടെ പാർട്ട് 1 വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ് പാർട്ട് 2 വീഡിയോ. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. നമ്മൾ കണ്ടു ഒരു ഇക്കണോമിക് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട 3 പ്രോസസ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 3 ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ പ്രൊഡക്ഷനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ കൺസ്യൂമർ ആരാണ്, എന്താണ് ഈ കൺസംഷൻ, ഓൾറെഡി നമ്മളത് പഠിച്ചു കഴിഞ്ഞു. കൺസ്യൂമർ ആരാണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ മേജർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ടുഡേയ്സ് ഇക്കണോമിക് സിസ്റ്റം? അപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാ രാജ്യത്തും ഒരു ഇക്കണോമിക് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അമേരിക്കൻ ഇക്കണോമിക് സിസ്റ്റം, യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇക്കണോമിക് സിസ്റ്റം, ഇന്ത്യൻ ഇക്കണോമിക് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മളൊരു മിക്സ്ഡ് ഇക്കോണമിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഫോളോ എ മിക്സ്ഡ് ഇക്കോണമി. ദാറ്റ് മീൻസ് പ്രൈവറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ ബോത്ത് ഹാവ് same importance. In India, public sector and private sector both are present, and we gave almost equal importance to private sector and public sector. So we follow mixed economic system. Okay, so the major challenges faced by today's economic system: the conflict between unlimited human wants and limited resources. Okay, resources are limited, but human wants are unlimited. So there is a conflict. There is a conflict between this unlimited human wants and limited resources. അപ്പം നമ്മൾ കണ്ടു ഒരു ഇക്കണോമിക് സിസ്റ്റത്തിൽ ആദ്യം നടക്കേണ്ടത് പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? റിസോഴ്സസ് വേണം, റോ മെറ്റീരിയൽസ് വേണം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻട്രപ്രനർ, അല്ലേ? ഇതൊക്കെ ചേരുമ്പോഴാണ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റിസോഴ്സസ്. എന്താണ് റിസോഴ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു പ്രോഡക്റ്റാക്കി മാറ്റാൻ പറ്റുന്ന എന്തും റിസോഴ്സാണ്. അത് നാച്ചുറൽ റിസോഴ്സസ് ആകാം, അഗ്രികൾച്ചറൽ റിസോഴ്സസ് ആകാം, മിനറൽ റിസോഴ്സസ് ആകാം, എനർജി റിസോഴ്സസ് ആകാം. അപ്പോൾ പെട്രോളിയം ഒക്കെ പോലെയുള്ള എനർജി റിസോഴ്സസ്, അയൺ, കോപ്പർ, ടിൻ ഒക്കെ പോലെയുള്ള മിനറൽ റിസോഴ്സസ്, അഗ്രികൾച്ചറൽ റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റിസോഴ്സസ് എല്ലാം ലിമിറ്റഡാണ്, ലിമിറ്റഡ് റിസോഴ്സസ്. ബട്ട് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നമ്മുടെ ഹ്യൂമൻ വാണ്ട്സിനെ സംബന്ധിച്ച് എന്താ പറയുക? നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ ഒരിക്കലും തീരുന്നില്ല. അത് അൺലിമിറ്റഡ് ആണ്. ഈ അൺലിമിറ്റഡ് വാണ്ട്സിന് ആവശ്യമുള്ള പ്രോഡക്റ്റുകളെ ഈ ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കണം. സോ ദർ ഇസ് എ കോൺഫ്ലിക്റ്റ്. ദറ്റ് ഈസ് ദ മേജർ ചലഞ്ച് ഫേസ്ഡ് ബൈ ഇക്കണോമിക് സിസ്റ്റം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഈ ലിമിറ്റഡ് റിസോഴ്സസിനെ, ആളുകളുടെ ഹ്യൂമൻ വാണ്ട്സിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാനുള്ളതുപോലെ നമ്മൾ പ്രൊഡക്ഷൻ നടത്താനുള്ള ഒരു വേ കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതൊരു ചലഞ്ചാണ്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസിങ് പോപ്പുലേഷൻ. അപ്പോൾ ഓരോ ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡാണ്.
അപ്പോൾ പോപ്പുലേഷൻ കൂടി ഇൻക്രീസ് ചെയ്താൽ ഈ ഹ്യൂമൻ വാണ്ട്സ് വീണ്ടും ഡബിൾ ചെയ്ത് അത് ഇൻക്രീസ് ചെയ്ത് പോകും. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഈ റിസോഴ്സസ് ലിമിറ്റഡായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇക്കണോമിക് സിസ്റ്റം നേരിടുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. ഓക്കെ, മൂന്നാമത്തെ ചലഞ്ച് എന്താണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്. നമുക്കറിയാം ഫാക്ടറി സിസ്റ്റം ഒക്കെ വന്നതോടുകൂടി ഇതുപോലെ പ്രോഡക്റ്റുകൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഓവറായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ്, ഇപ്പോൾ വാട്ടർ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന നമ്മുടെ മിനറൽ റിസോഴ്സസ് ആണെങ്കിലും എനർജി റിസോഴ്സസ് ആണെങ്കിലും എല്ലാം ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് റിസോഴ്സസ് തീർന്നുകൊണ്ടിരിക്കുക, ഡിപ്ലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുക, തീർന്നുകൊണ്ടിരിക്കുക, നശിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അതിന് പകരം വെക്കുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയില്ലെങ്കിൽ വലിയൊരു ക്രൈസിസിലേക്ക് ഇത് പോകും. അപ്പോൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, ഇപ്പോൾ പെട്രോളിയം ആണെങ്കിലും കോൾ ആണെങ്കിലും നമ്മുടെ അയൺ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഏതൊരു റിസോഴ്സ് ആണെങ്കിലും അത് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ടാകുന്നു. സോ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ഈസ് അനദർ ചലഞ്ച് ഫേസിങ് അവർ ഇക്കണോമിക് സിസ്റ്റം. ദെൻ മിസ്മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. ഉള്ള റിസോഴ്സസിനെ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടും അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്നില്ല. നമുക്കറിയാം മിക്കവാറും ഈ ഡെമോക്രസി ഉള്ള രാജ്യങ്ങളിലെ പല ആളുകളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, പല ഡിപ്പാർട്ട്മെൻറ്റുകളാണ് തീരുമാനങ്ങൾ എടുക്കുക. അതുകൊണ്ട് തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലൊരു കോർഡിനേഷൻ ഇല്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ റിസോഴ്സസ് ഒക്കെ ഏറ്റവും ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ രാജ്യത്തിന് സാധിക്കുന്നില്ല, അല്ലെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ആളുകൾക്ക് സാധിക്കുന്നില്ല. അവിടെ എന്ത് സംഭവിക്കുന്നു? മിസ്മാനേജ്മെൻറ്റ് നടക്കുന്നു. ചില റിസോഴ്സസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു, കുറേ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിടുന്നു, അത് ചിലവാകുന്നുണ്ടോ, അതിൻ്റെ കൺസ്യൂമിങ് നടക്കുന്നുണ്ടോ, ഇതൊന്നും ആലോചിക്കാതെ കുറേ ഉണ്ടാക്കിയിടുന്നു. അപ്പോൾ മിസ്മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് എന്ത് സംഭവിക്കും? ഈ ഓവർ എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിപ്ലീഷനും കാരണമായിട്ട് മാറും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇക്കണോമിക് സിസ്റ്റം നേരിടുന്ന ചലഞ്ചസ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു സുപ്രീം അതോറിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരാൾ തന്നെ നടത്തുന്ന ഒരു രാജ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ റിസോഴ്സസും മാനേജ് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടി അതിനകത്തൊക്കെ ഒരു മാനേജ്മെൻറ്റ് കാണും. പക്ഷേ ഒരു ഡെമോക്രസിയിൽ പല ആളുകൾ, പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ റിസോഴ്സസൊക്കെ മിസ്മാനേജ്മെൻറ്റ് ഉണ്ടാകാം. അപ്പം ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ഇക്കണോമിക് സിസ്റ്റം നേരിടുന്ന ചലഞ്ചസ്. ഓക്കെ, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്, ഇൻക്രീസിങ് പോപ്പുലേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് മിസ്മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇക്കണോമിക് സിസ്റ്റം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ സസ്റ്റൈനബിൾ കൺസംഷൻ, സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ഇത് രണ്ടും ഉണ്ടായേ പറ്റൂ. നമ്മൾ കൺസംഷൻ അൺലിമിറ്റഡ് വാണ്ട്സ് നമുക്കുണ്ട്, അത് ഓക്കെയാണ്. പക്ഷേ ഈ അൺലിമിറ്റഡ് വാണ്ട്സിനെ നമ്മൾ എന്ത് ചെയ്യണം? കാറ്റഗറൈസ് ചെയ്യണം. അതിന് നമ്മൾ പ്രയോറിറ്റി നിശ്ചയിക്കണം. അങ്ങനെ നമ്മുടെ വാണ്ട്സിന് പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ കൺസംഷൻ വളരെ സസ്റ്റൈനബിളായിട്ട് നടത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ റിസോഴ്സസ് ഒക്കെ തീർന്നു പോകും. ഒരു പക്ഷേ പല ഫാക്ടറികൾ പോലും റോ മെറ്റീരിയൽ ഇല്ലാതെ അടച്ചു പൂട്ടേണ്ടി വരും. ഭാവിയിൽ നമുക്ക് അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമ്മൾക്ക് ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിച്ചാലേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് സസ്റ്റൈനബിൾ കൺസംഷൻ. എന്താണിതെന്ന് നമുക്കൊന്ന് പഠിക്കാം. കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് മിനിമൈസസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഈസ് കോൾഡ് സസ്റ്റൈനബിൾ കൺസംഷൻ. ഗുഡ്സ് ആൻഡ് സർവീസസ് ആണല്ലോ നമ്മൾ എപ്പോഴും കൺസ്യൂം ചെയ്യുന്നത്, അല്ലേ? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ഒന്നുകിൽ പലതരത്തിലുള്ള ഗുഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കും. അപ്പോൾ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് മിനിമൈസസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഈസ് കോൾഡ് സസ്റ്റൈനബിൾ കൺസംഷൻ. എൻവയോൺമെൻറ്റിന് മിനിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്യുന്നതിനെയാണ് സസ്റ്റൈനബിൾ കൺസംഷൻ എന്ന് പറയുക.
ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ കൺസംഷൻ നടത്തുകയാണെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിന് മിനിമം ആയിട്ടുള്ള ഒരു ഡാമേജേ ഉണ്ടാകത്തുള്ളൂ, മിനിമം ഇമ്പാക്റ്റേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ നമ്മുടെ എൻവയോൺമെൻറ്റിന് മിനിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ കൺസ്യൂം ചെയ്യാൻ പഠിക്കുമ്പോഴാണ് അതെന്തായി മാറുന്നത്, സസ്റ്റൈനബിൾ കൺസംഷനായിട്ട് മാറുന്നത്. ഇപ്പോൾ പെട്രോളിയത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാവരും പെട്രോളിയം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, വെറുതെ കാറും എടുത്ത് ബൈക്കും എടുത്ത് കറങ്ങുന്നത് നിർത്തുക എന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ ടി വിയിലൊക്കെ പരസ്യം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ പെട്രോൾ എന്ന് പറയുന്ന പെട്രോളിയം പ്രോഡക്റ്റാണ് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ. അപ്പോൾ പെട്രോളിയം ഭൂമിക്കടിയിൽ നിന്നും നമ്മൾ മൈൻ ചെയ്തെടുത്ത് ഉപയോഗിച്ച് തീർത്തു കഴിഞ്ഞാൽ അവിടെ വീണ്ടും അത് പ്രൊഡ്യൂസ് ആകാൻ ഇയേഴ്സ് എടുക്കും. അപ്പം പെട്രോളിയം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ലോകം പോകും. അത് നമ്മുടെ എൻവയോൺമെൻറ്റിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പം നമ്മൾ എങ്ങനെ ഈ പെട്രോളിയം എന്ന് പറയുന്ന പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം? ആ ഗുഡ് മിനിമം എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തക്ക രീതിയിൽ ഉപയോഗിക്കാവൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ മീനിങ് എന്താണ്? നമ്മൾ ഓരോന്നും സൂക്ഷിച്ച് ഉപയോഗിക്കുക. കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് മിനിമൈസസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഈസ് കോൾഡ് സസ്റ്റൈനബിൾ കൺസംഷൻ. Use and reduce of resources considering the future generation is the aim of sustainable consumption. അപ്പോൾ എല്ലാവരും സസ്റ്റൈനബിൾ കൺസംഷനിലേക്ക് ജനങ്ങൾ വരണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? യൂസ് ആൻഡ് റീയൂസ് ഓഫ് റിസോഴ്സസ് കൺസിഡറിങ് ദ ഫ്യൂച്ചർ ജനറേഷൻ. അതായത് നമ്മൾ റിസോഴ്സസ് ഉപയോഗിക്കുന്നതും റിസോഴ്സസ് റീയൂസ് ചെയ്യുന്നതും. റീയൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഉപയോഗിച്ച സാധനം തന്നെ വീണ്ടും ഉപയോഗിക്കുക, അല്ലേ? യൂസ് ആൻഡ് റീയൂസ്. നമുക്ക് വാട്ടറൊക്കെ അങ്ങനെ ഉപയോഗിക്കത്തില്ലേ? നമ്മൾ ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്ന അതേ വാട്ടറിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്ത് മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ വീട്ടിലെ ചില കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വാട്ടർ തന്നെ നമുക്ക് എന്തിന് റീയൂസ് ചെയ്യാം? നമുക്ക് ഇറിഗേഷന് വേണ്ടി റീയൂസ് ചെയ്യാം. അപ്പോൾ യൂസ് ആൻഡ് റീയൂസ് ഓഫ് റിസോഴ്സസ് കൺസിഡറിങ് ദ ഫ്യൂച്ചർ ജനറേഷൻ. അപ്പം നമ്മൾ ഇന്നത്തെ ജനറേഷൻ ഈ റിസോഴ്സസിനെ നമ്മളങ്ങ് ഉപയോഗിച്ച് തീർത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ജനറേഷൻ ഈ റിസോഴ്സ് ഇല്ലാതെ വരും. അപ്പോൾ ഫ്യൂച്ചർ ജനറേഷനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഇന്നത്തെ ആളുകൾ യൂസ് ചെയ്യുകയും റീയൂസ് ചെയ്യുകയും റിസോഴ്സസിനെ ചെയ്യുന്നതാണ് സസ്റ്റൈനബിൾ കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ മീനിങ് എന്താണ്? അടുത്ത ജനറേഷനൂടി ഇന്നത്തെ വെള്ളവും ഇന്നത്തെ വായുവും ഇന്നത്തെ മിനറൽസും അടുത്ത ജനറേഷനും വേണം എന്ന കാഴ്ചപ്പാടോടുകൂടി ഇന്നത്തെ ആളുകൾ അതിനെ യൂസ് ചെയ്യുകയും റീയൂസ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് സസ്റ്റൈനബിൾ കൺസംഷൻ്റെ ഗോൾ, അതിൻ്റെ എയിം. Okay, sustainable consumption shares many common features with the sustainable production and sustainable development. അപ്പോൾ സസ്റ്റൈനബിൾ കൺസംഷനിലേക്ക് ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ആയിക്കോളും, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും ഉണ്ടായിക്കോളും. പ്രകൃതിയെ നശിപ്പിക്കാതെയുള്ള ഡെവലപ്മെൻറ്റ്, അതാണല്ലോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അല്ലേ? പ്രകൃതിക്ക് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ, ബാഡ് ഇമ്പാക്റ്റ്, പ്രകൃതിക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിന് ഒരു തരത്തിലുള്ള ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാകാത്ത രീതിയിൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും രാജ്യത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് വേണം, അത് പക്ഷേ എങ്ങനെയായിരിക്കണം? ബാഡ് ഇമ്പാക്റ്റ് ഇല്ലാത്ത, എൻവയോൺമെൻറ്റിന് ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ഒരു ഡെവലപ്മെൻറ്റ് രാജ്യത്ത് കൊണ്ടുവരണം, അല്ലേ? നമുക്ക് രാജ്യത്ത് പുതിയ പാലങ്ങളും പുതിയ റോഡുകളും പുതിയ ബിൽഡിങ്സും ഒക്കെ വേണം. പക്ഷേ കുന്നിടിച്ചുകൊണ്ടോ നമ്മുടെ വയലുകൾ നികത്തിക്കൊണ്ടോ ഒന്നും ആകരുത്. കാരണം എന്താണ്? കുന്നിടിക്കുക, വയൽ നികത്തുക, ഭയങ്കരമായിട്ട് വാട്ടറൊക്കെ യൂസ് ചെയ്യുക, ഇതൊക്കെ എന്ത് സംഭവിക്കും? നമ്മുടെ റിസോഴ്സസ് ഡിപ്ലീറ്റഡ് ആയി പോകാനായിട്ട് ഇടയാവും. അപ്പോൾ സസ്റ്റൈനബിൾ കൺസംഷനും സസ്റ്റൈനബിൾ പ്രൊഡക്ഷനും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും തമ്മിൽ ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. സസ്റ്റൈനബിൾ കൺസംഷൻ ഒരു രാജ്യത്ത് കൊണ്ടുവന്നാൽ അവിടെ എന്ത് മതി? സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ മതി. അങ്ങനെ സസ്റ്റൈനബിൾ കൺസംഷനും സസ്റ്റൈനബിൾ പ്രൊഡക്ഷനും ഉള്ള ഒരു രാജ്യത്തെ എന്തായിക്കൊള്ളും? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കൊള്ളും. അവിടെ ഡെവലപ്മെൻറ്റ് വരും, പക്ഷേ പ്രകൃതി നശിക്കത്തില്ല. നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ്, അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സോ സസ്റ്റൈനബിൾ കൺസംഷൻ ഷെയർസ് many common features with the sustainable production and sustainable development. This is the key to sustaining livelihood for the present and the future generation. അപ്പോൾ സസ്റ്റൈനബിൾ കൺസംഷൻ ആണ് നമ്മുടെ സസ്റ്റൈനിങ് ലൈവ്ലിഹുഡിനും പ്രസൻറ്റും ഫ്യൂച്ചറും ജനറേഷനും
ഇത് ലഭിക്കാനും ഇടയാകുന്നത്. സോ യൂസിങ് റിസോഴ്സസ് കൺസിഡറിങ് ദ ഫ്യൂച്ചർ ജനറേഷൻ, ദറ്റ് ഈസ് ദ മീനിങ് ഓഫ് സസ്റ്റൈനബിൾ കൺസംഷൻ. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യാം, നമുക്കെല്ലാം ഉപയോഗിക്കാം, പക്ഷെ ഒന്നും അധികമാകരുതെന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അടുത്ത ഫ്യൂച്ചർ ജനറേഷനൂടി നമ്മുടെ റിസോഴ്സസിനെ വേണം എന്ന വിചാരത്തോടു കൂടി നമ്മൾ ചെയ്യുക. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് സസ്റ്റൈനബിൾ കൺസംഷൻ. ഓക്കെ, ദെൻ മഹാത്മാഗാന്ധിക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് നോക്കിയേ. എർത്ത് ഹാസ് ഇനഫ് റിസോഴ്സസ് ഫോർ എവരിബഡീസ് നീഡ്സ് ബട്ട് നോട്ട് ഫോർ എനിബഡീസ് ഗ്രീഡ്. നീഡ്, ഗ്രീഡ്, രണ്ട് വേർഡുകൾ ഉണ്ടോ? രണ്ടിനും ഓപ്പോസിറ്റ് മീനിങ് അല്ലേ? എന്താണ് നീഡ്? നമ്മുടെ അത്യാവശ്യങ്ങൾ നടത്തണം, അതാണ് നീഡ്, നമ്മുടെ നീഡ്സ്. ഇനി ഗ്രീഡ് എന്താണ്? നമ്മുടെ അത്യാഗ്രഹം. ആവശ്യം എന്താണ്, അത്യാഗ്രഹം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഗ്രീഡോ? ഗ്രീഡ് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഗാന്ധിജി എന്താ പറയുന്നത്? നമുക്ക് നീഡിന് വേണ്ടി റിസോഴ്സസ് ഉപയോഗിക്കാം, ഗ്രീഡിന് വേണ്ടി ഉപയോഗിക്കരുത്. ദാറ്റ് ഈസ് ദ മീനിങ്. എർത്ത് ഹാസ് ഇനഫ് റിസോഴ്സസ് ഫോർ എവരിബഡീസ് നീഡ്സ്. ഈ ഭൂമിയിൽ എല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ള റിസോഴ്സസ് ഉണ്ട്, ബട്ട് നോട്ട് ഫോർ എനിബഡീസ് ഗ്രീഡ്. അത്യാഗ്രഹത്തിനുള്ള റിസോഴ്സസ് ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? ഗാന്ധിജി എന്താ നമ്മളോട് പറയുന്നത്? റിസോഴ്സസ് ഉപയോഗിക്കുമ്പോൾ ഗ്രീഡ് ഉണ്ടാകാൻ പാടില്ല. വി ക്യാൻ യൂസ് റിസോഴ്സസ് ഫോർ സാറ്റിസ്ഫൈയിങ് അവർ നീഡ്സ്, നോട്ട് ഫോർ സാറ്റിസ്ഫൈയിങ് അവർ ഗ്രീഡ്സ്. ദറ്റ് ഇസ് ദ ഐഡിയ ഓഫ് മഹാത്മാഗാന്ധി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇത് ആരുടെ കമൻ്റ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് എഴുതണം? മഹാത്മാഗാന്ധി. അപ്പോൾ മഹാത്മാഗാന്ധി എന്തിനെപ്പറ്റിയാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്? സസ്റ്റൈനബിൾ കൺസംഷനെ പറ്റിയാണ് അദ്ദേഹം പറയുക. നമ്മൾ ആരും ആർത്തിക്ക് വേണ്ടി ഒന്നും കൺസ്യൂം ചെയ്യാൻ പാടില്ല, നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഓരോ റിസോഴ്സിനെയും സൂക്ഷിച്ച് ഉപയോഗിക്കുക, വിത്ത് കെയർ. യൂസ് ഓൾ ദീസ് റിസോഴ്സസ് വിത്ത് കെയർ, നോട്ട് ഫോർ സാറ്റിസ്ഫൈയിങ് അവർ ഗ്രീഡ് ബട്ട് ഫോർ സാറ്റിസ്ഫൈയിങ് അവർ നീഡ്സ്. ഇനി നമുക്ക് സസ്റ്റൈനബിൾ കൺസംഷൻ പോലെ തന്നെ അതുമായിട്ട് വളരെ ഫീച്ചേഴ്സ് ഉള്ള, വളരെ ക്ലോസ് ഫീച്ചേഴ്സ് ഉള്ള ഒന്നാണ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷനും. ഇപ്പോൾ ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് അൺലിമിറ്റഡ് വാണ്ട്സ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണം, അല്ലേ? സൂചി തൊട്ട് മിസൈൽ വരെ നമ്മൾ ഉണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കണം. പക്ഷേ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും അങ്ങനെ നീഡ്സ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്ത വളരെ മോശം ഒരു പ്രൊഡക്ഷനിലേക്ക് നമ്മുടെ രാജ്യം പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും എന്താണ് മനസ്സിൽ വെക്കേണ്ടത്? സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ. The primary goal of sustainable production is to produce goods and services with minimum exploitation or misuse of natural resources and raw materials. സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ്റെ ഗോൾ എന്താണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് മിനിമം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിസ്യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. മിനിമം എക്സ്പ്ലോയിറ്റേഷനും മിസ്യൂസും ഇല്ലാതെ, അല്ലേ? മിനിമം എക്സ്പ്ലോയിറ്റേഷനും മിനിമം മിസ്യൂസും. ഏതായാലും കുറച്ച് മിസ്യൂസൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ ആ മിസ്യൂസിനെ നമ്മൾ മിനിമം ആക്കണം. എക്സ്പ്ലോയിറ്റേഷനും കുറച്ചൊക്കെ സംഭവിക്കും, പക്ഷേ ആ എക്സ്പ്ലോയിറ്റേഷനെ നമ്മൾ എങ്ങനെയാക്കണം? മിനിമം ആക്കണം. മിനിമം എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് മിനിമം മിസ്യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് റോ മെറ്റീരിയൽസ്. അപ്പോൾ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിനിമം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസും മിനിമം മിസ്യൂസ് ഓഫ് റിസോഴ്സസും വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയാൽ അതിന് നമുക്ക് പേര് കൊടുക്കാം സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ. അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ കുറേ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് കുറേ മിസ്യൂസൊക്കെ നടത്തിക്കൊണ്ട് നാച്ചുറൽ റിസോഴ്സസിനെ എല്ലാം തീർത്ത് കളഞ്ഞുകൊണ്ട് നമ്മൾ കുറേ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അത് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ അല്ല. സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ മീൻസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് മിനിമം എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് മിനിമം മിസ്യൂസ് ഓഫ് റിസോഴ്സസ് ആൻഡ് റോ മെറ്റീരിയൽസ്. ഇനിയും ഈ സസ്റ്റൈനബിൾ പ്രൊഡക്ഷന് മറ്റ് ചില ഗോൾസും ഉണ്ട്. എന്താണ്? ടു റെഡ്യൂസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് ത്രൂ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. ഉള്ള റിസോഴ്സസിനെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇറിഗേഷന് വേണ്ടി നമുക്ക് വെള്ളം ചിലവാക്കണം. അപ്പം നമുക്ക് പ്യുവർ വാട്ടർ തന്നെ ഇറിഗേഷന് വേണ്ടി ചിലവാക്കണമെന്നില്ല.
നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഈ സോപ്പൊക്കെ പതയ്ക്കുന്ന വെള്ളമല്ലാതെ നമ്മൾ മറ്റ് ചില കാര്യങ്ങൾക്ക് പച്ചക്കറി കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളം പിടിച്ചു വെച്ച് നമുക്ക് ആ വെള്ളം കൊണ്ട് നമുക്ക് നമ്മുടെ പച്ചക്കറികളെയും അല്ലെങ്കിൽ നമ്മുടെ ചെടിത്തോട്ടത്തിലൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ റിസോഴ്സസിനെ, ഒരു നാച്ചുറൽ റിസോഴ്സസ് അല്ലേ നമ്മുടെ വാട്ടർ, ആ വാട്ടറിനെ റീയൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റിനെ റെഡ്യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ റെഡ്യൂസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് ത്രൂ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. ദാറ്റ് ഈസ് അനദർ ഗോൾ ഓഫ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ. ടു മാക്സിമൈസ് ദ റിന്യൂവബിൾ പോസിബിലിറ്റി ഓഫ് റിസോഴ്സസ്. നമ്മൾ മാക്സിമം റിന്യൂവബിൾ പോസിബിലിറ്റി ഉപയോഗിക്കണം. ഇപ്പോൾ വാട്ടറിൻ്റെ കാര്യത്തിൽ ടീച്ചർ പറഞ്ഞു, റിന്യൂവബിൾ പോസിബിലിറ്റി എന്താണ്? റീയൂസ് ചെയ്യുക. അതുപോലെ മറ്റ് പല കാര്യങ്ങളും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം ഉപയോഗിച്ച കാര്യത്തെ നമുക്കറിയാം, നമ്മുടെ വേസ്റ്റൊക്കെ ഉപയോഗിച്ച് അത് നമുക്ക് വളമാക്കി മാറ്റാം, അല്ലേ? റീയൂസ് ചെയ്യാം. അപ്പോൾ മാക്സിമൈസ് ദ റിന്യൂവബിൾ പോസിബിലിറ്റി ഓഫ് റിസോഴ്സസിനെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതിനെ എല്ലാം നമ്മൾ അങ്ങനെ ചെയ്യുക. മാക്സിമൈസ് ടു ഡെലിവർ ഓൾ ദ നെസസറി ഐറ്റംസ് ടു പീപ്പിൾ ആസ് മച്ച് ആസ് പോസിബിൾ ത്രൂ പ്രൊഡക്ഷൻ ആൻഡ് റീസൈക്ലിംഗ് പ്രോഡക്റ്റ്. നമ്മൾ ആളുകൾക്ക് ആവശ്യമുള്ള നെസസറി പ്രോഡക്റ്റ് എല്ലാം റീസൈക്ലിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. എന്താ റീസൈക്ലിംഗ്? ഒരിക്കലും ഉപയോഗിച്ചതിനെ തന്നെ വീണ്ടും ഉപയോഗിക്കുന്നതിനാണ് പറയുന്ന റീസൈക്ലിംഗ്. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അല്ലാതെ ഒരിക്കലും ഉപയോഗിച്ചതിനെ എറിഞ്ഞു കളയുക എന്നുള്ളതല്ല. ഒരിക്കലും ഉപയോഗിച്ചതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിലേക്ക് വന്നാൽ നമുക്ക് ഈ നാച്ചുറൽ റിസോഴ്സസിനെയും നമ്മുടെ മറ്റ് റിസോഴ്സസിനെയും മാക്സിമം അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റീസൈക്ലിംഗ്, റിന്യൂവബിൾ പോസിബിലിറ്റി, ഈ വാക്കുകളൊക്കെ ഓർത്തോണേ. റിന്യൂവബിൾ പോസിബിലിറ്റി ഉപയോഗിക്കുക, റീസൈക്ലിംഗ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാനായിട്ട് കൂടുതലും നോക്കുക. ടു എൻഷ്യൂർ മാക്സിമം എനർജി കൺസർവേഷൻ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ എനർജിയാണ് വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനർജി കൺസർവേഷന് വേണ്ടി എൻഷ്യൂർ ചെയ്യുക. നമുക്കറിയാം നമ്മുടെ ബൾബുകളൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിലും ഈവൻ നമ്മുടെ കുക്കിംഗ് ഗ്യാസ് പോലും നമുക്ക് മാക്സിമം ആ എനർജിയെ കൺസർവ് ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റും. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ പേപ്പറിലൊക്കെ വരുന്നുണ്ട്, നമ്മൾ വായിച്ചു നോക്കണം. അതുപോലെ നമ്മുടെ ഇലക്ട്രിസിറ്റി മാക്സിമം നമുക്ക് അതിൻ്റെ കൺസർവേഷൻ നടത്താൻ പറ്റും. എങ്ങനെയാണ്? അതിന് പറ്റിയ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുക. സ്റ്റാറൊക്കെയുള്ള ഉപകരണം അല്ലേ? നമ്മുടെ വീട്ടിലെ റെഫ്രിജറേറ്ററും മറ്റും സ്റ്റാർ നോക്കി മേടിക്കണം. ഓക്കെ, നമ്മുടെ AC ഒക്കെ വെക്കുമ്പോൾ സ്റ്റാർ നോക്കി വെക്കണം. അപ്പോൾ മിനിമം കറണ്ട് മതി, മിനിമം ഇലക്ട്രിസിറ്റി ചിലവാകത്തുള്ളൂ. ഇതൊക്കെ ഇവിടെ പറയുന്നത് കേട്ടോ. ടു എൻഷ്യൂർ മാക്സിമം എനർജി കൺസർവേഷൻ, ടു എൻഷ്യൂർ സേഫ് വർക്ക് പ്ലേസ് എൻവയോൺമെൻറ്റ് ആൻഡ് സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്. അപ്പോൾ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ്റെ അകത്ത് വരുന്ന മറ്റൊരു കാര്യമാണ് വർക്ക് പ്ലേസിലെ സേഫ് എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ സേഫ്റ്റി ഓഫ് വർക്കേഴ്സിൻ്റെ സേഫ്റ്റി. അപ്പം അവിടെ വളരെ സേഫായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുക. അപ്പോൾ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ്റെ മാക്സിമം കാര്യങ്ങളെല്ലാം റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ അവസാനത്തെ കാര്യം നോക്കിക്കുക, അതും വളരെ പ്രധാനപ്പെട്ടതല്ലേ. പ്രൊഡക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ വർക്കേഴ്സ്. അപ്പോൾ വർക്കിംഗ് പ്ലേസ് അത് സേഫായിരിക്കണം, വർക്കേഴ്സിൻ്റെ സേഫ്റ്റിയും നമ്മൾ നോക്കണം. ഇതെല്ലാം കൂടി ചേർന്നതാണ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ. So to produce goods and services with minimum exploitation and minimum misuse of natural resources and raw materials. Okay. Then sustainable development. അപ്പോൾ സസ്റ്റൈനബിൾ കൺസംഷനും സസ്റ്റൈനബിൾ പ്രൊഡക്ഷനും വന്നു കഴിഞ്ഞാൽ അവിടെ ആ രാജ്യത്ത് എന്തായിക്കോളും? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കോളും. എന്താണ് അതിൻ്റെ അർത്ഥം? ഡെവലപ്മെൻറ്റ് വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ എൻവയോൺമെൻറ്റ്. ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം, പക്ഷേ എൻവയോൺമെൻറ്റിനെ ഡിസ്ട്രോയ് ചെയ്യാത്ത, നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത അല്ലേ ഡെവലപ്മെൻറ്റ്. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. ഇത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ബ്രെഡ്ലാൻഡ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷനാണിത്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എല്ലാ രാജ്യങ്ങളോടും പറയുന്നത് എന്താണ്? നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നു, പക്ഷേ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരിക്കണം. അതിന് ബ്രെഡ്ലാൻഡ് കമ്മീഷനെ അവർ വയ്ക്കുകയും ആ കമ്മീഷൻ അതിനുവേണ്ടി ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കുകയും ചെയ്തു. ആ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് that meet the needs of the present generation
without compromising the ability of future generation to meet their own needs. ഫ്യൂച്ചർ ജനറേഷനെ അവരുടെ ആവശ്യങ്ങളെ നിർവഹിക്കത്തക്ക രീതിയിൽ ഇന്നത്തെ ജനറേഷൻ ഈ നാച്ചുറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നാൽ അതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ജനറേഷനോട് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇന്നുള്ള എല്ലാ റിസോഴ്സസിനെയും, നാച്ചുറൽ ആകട്ടെ അത് അഗ്രികൾച്ചർ ആകട്ടെ, എല്ലാ റിസോഴ്സസിനെയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. പ്രകൃതിയെ നശിപ്പിക്കാതെയുള്ള ഡെവലപ്മെൻറ്റിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ കൺസംഷൻ വന്നാൽ പ്രോഡക്റ്റ് കുറയ്ക്കാം. സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ വന്നാൽ റോ മെറ്റീരിയൽ മിസ്യൂസ് ചെയ്യാതെ, എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. ഇത് രണ്ടും ചെയ്താൽ അവിടെ ആ രാജ്യത്ത് എന്തുണ്ടായിക്കോളും? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് വിളിക്കാം, അല്ലേ? ചങ്കിൽ കൈവച്ചുകൊണ്ട് നമുക്ക് വിളിക്കാം. ആ രാജ്യത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. കാരണം എന്താ? അവിടെ സസ്റ്റൈനബിൾ കൺസംഷനേ ഉള്ളൂ, സസ്റ്റൈനബിൾ പ്രൊഡക്ഷനാണ് അവർ നടത്തുന്നത്. അപ്പോൾ പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് അല്ലേ? അവർ മിസ്യൂസ് ചെയ്യുന്നില്ല, അവർ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി അവർ റിസോഴ്സസിനെ അവരെന്ത് ചെയ്യുന്നു? അവർ കീപ്പ് ചെയ്യുന്നു. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഗോൾസ് എന്തൊക്കെയാണ്? അപ്പോൾ ഒരു രാജ്യത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കും. 17 ഗോൾസാണ് അതിനുള്ളത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഗോൾസ്. 1, നോ പോവർട്ടി, 0 ഹങ്കർ, അവിടെ ആർക്കും ഹങ്കർ ഇല്ല. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാളിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. പിന്നെന്താണ്? ഡീസൻറ്റ് വർക്ക് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്, ഇൻഡസ്ട്രി ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, റെഡ്യൂസ്ഡ് ഇൻഇക്വാളിറ്റി, സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ, ക്ലൈമറ്റ് ആക്ഷൻ, ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ ലാൻഡ്, പീസ്, ജസ്റ്റിസ്, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. നോക്കിക്കേ, ഇങ്ങനെയുള്ള രാജ്യം നമുക്ക് വെറുതെ ആണെങ്കിലും തമാശയായിട്ട് പറയാം, സ്വർഗമായിരിക്കും ആ രാജ്യം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഗോൾസ് എല്ലാം ഒന്ന് ഫുൾഫിൽ ആയാൽ ആ രാജ്യം പിന്നെ സ്വർഗത്തിന് തുല്യം, അല്ലേ? പറുദീസയാണ് നമുക്ക് വേണേൽ പറയാം, പറുദീസ. അത്രയ്ക്ക് എല്ലാം കിട്ടി. പോവർട്ടി ഇല്ല, ഹങ്കർ ഇല്ല, ഹെൽത്ത് ഉണ്ട്, നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, ജെൻഡർ ഇക്വാളിറ്റി ഉണ്ട്, ക്ലീൻ വാട്ടർ ഉണ്ട്, സാനിറ്റേഷൻ ഉണ്ട്, ക്ലീൻ എനർജി ഉണ്ട്, ഡീസൻറ്റ് വർക്കുണ്ട്, എക്കണോമിക് ഗ്രോത്ത് ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്, ഇന്നൊവേഷൻ ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഇൻഇക്വാളിറ്റി കുറയുന്നു, സസ്റ്റൈനബിൾ സിറ്റീസ് ഉണ്ട്. എന്താണെന്ന് നോക്കിയേ, ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ ലാൻഡ്, ഇതെല്ലാം സംഭവിക്കും. പീസ് ഉണ്ടാവുന്നു, ജസ്റ്റിസ് ഉണ്ടാവുന്നു, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നു. ഓക്കെ, ഇനി എന്ത് വേണം ആ രാജ്യത്ത്? അപ്പോൾ സസ്റ്റൈനബിൾ കൺസംഷനും സസ്റ്റൈനബിൾ പ്രൊഡക്ഷനും വന്നു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയി. അങ്ങനെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഉള്ള രാജ്യത്ത് പിന്നെ എല്ലാം ഓക്കെ, എല്ലാം ഓക്കെ. അപ്പോൾ ഇതെല്ലാം എഴുതിക്കോട്ടെ ഇതിൻ്റെ ഗോൾസ് ആയിട്ട്, കേട്ടോ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്നാ, അല്ലേ? അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് പോവുകയാണേ. അപ്പോൾ കൺസ്യൂമറിനെയും പ്രൊഡക്ഷനെയും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് മാർക്കറ്റിലേക്ക് പോകാൻ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അപ്പോൾ നമ്മുടെ ഓരോ ഇക്കണോമിക് സിസ്റ്റത്തിലും 2 ഗ്രൂപ്പാണ് നിൽക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്യുന്ന ഒരു ഗ്രൂപ്പും. അപ്പോൾ പ്രൊഡ്യൂസേഴ്സും ഈ കൺസ്യൂമേഴ്സും തമ്മിൽ ഒരു റിലേഷനുണ്ട്. എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ? നമുക്ക് ഈ ഒരു ഡയഗ്രത്തിലേക്ക് നോക്കാം. പ്രൊഡ്യൂസേഴ്സാണ് ഫസ്റ്റിൽ നിങ്ങൾ കാണുന്നത്, കൺസ്യൂമേഴ്സ് അപ്പുറം നിൽക്കുന്നു. ഈ പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർക്ക് കൊടുക്കുന്നു? കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നു. ആദ്യത്തെ വര നോക്കിക്കേ, നിങ്ങൾ അതിൻ്റെ ആരോ മാർക്ക് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? പ്രൊഡ്യൂസേഴ്സിൽ നിന്നും കൺസ്യൂമേഴ്സിലേക്ക് എന്ത് പോകുന്നു? ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇവരാണല്ലോ അങ്ങോട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്യൂമേഴ്സ് വെറുതെ ഗുഡ്സ് ആൻഡ് സർവീസസ് അങ്ങ് മേടിച്ചിട്ട് ഓക്കെ നല്ലതായിപ്പോയി ചിരിച്ച് കാണിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, തിരിച്ചെന്ത് കൊടുക്കണം? വില കൊടുക്കണം. കണ്ടോ, തിരിച്ചൊരു ആരോപിച്ചേക്കുന്ന കണ്ടോ? പ്രോഡക്റ്റ് വാല്യൂ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ കൺസ്യൂമറിൻ്റെ കയ്യിൽ നിന്ന് പ്രൈസ് എങ്ങോട്ട് പോകുന്നു? പ്രൊഡ്യൂസറിൻ്റെ കയ്യിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ പ്രൊഡ്യൂസർ ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നു, കൺസ്യൂമേഴ്സ് ഇതിന് മറുപടിയായിട്ട് എന്ത് കൊടുക്കുന്നു? പ്രൈസ് കൊടുക്കുന്നു. ഇനി അടുത്ത് നോക്കിക്കേ, ഈ പ്രൊഡ്യൂസറെ ഈ കൺസ്യൂമേഴ്സിന് വേജ് കൊടുക്കുന്നുണ്ട്.
അതെപ്പോഴാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്? ഏറ്റവും ആദ്യത്തെ ആരോ നോക്കുക, കൺസ്യൂമേഴ്സാണ് പ്രൊഡ്യൂസേഴ്സിനെ ലേബറായിട്ട് പോകുന്നത്. പ്രൊഡ്യൂസേഴ്സിന് ലേബറായിട്ട് ആര് പോകുന്നു? ഈ കൺസ്യൂമേഴ്സ് തന്നെയാണ് പോകുന്നത്. കാരണം കൺസ്യൂമറിന് കയ്യിൽ ഇൻകം വേണമല്ലോ, എന്നാലേ വല്ലതും മേടിക്കാൻ പറ്റുള്ളൂ. ആ ഇൻകം കിട്ടണമെങ്കിൽ എന്ത് അവർ ചെയ്യണം? ജോലി ചെയ്യണം. ആ ജോലിയാണല്ലോ ഈ ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ എന്തായിട്ട് പോകുന്നു? ലേബറായിട്ട് പ്രൊഡ്യൂസേഴ്സിന് ലേബർ കൊടുക്കുന്നു. അപ്പോൾ പ്രൊഡ്യൂസർ തിരിച്ച് കൺസ്യൂമറിന് എന്ത് കൊടുക്കണം? വേജ് കൊടുക്കണം. കണ്ടോ? അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ കൺസ്യൂമറെ ലേബറിനെ കൊടുക്കുന്നു, പ്രൊഡ്യൂസറെ തിരിച്ച് വേജ് കൊടുക്കുന്നു. പ്രൊഡ്യൂസറെ ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂമറിന് കൊടുക്കുന്നു, കൺസ്യൂമറെ തിരിച്ച് പ്രൈസ് കൊടുക്കുന്നു. അപ്പോൾ പ്രൈസ് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ ഇരിക്കുകയോ ഇല്ല, അത് ആർക്ക് തന്നെ കിട്ടും? ഈ കൺസ്യൂമറിന് തന്നെ വേജായിട്ട് കിട്ടും. ഓക്കെ, ഈ വേജായിട്ട് കിട്ടുന്നത് കൺസ്യൂമർ എടുത്ത് അലമാരി പൂട്ടി വെക്കുകയാണോ? അല്ല, ആ വേജ് തന്നെ ഇയാൾ എന്ത് ചെയ്യുന്നു? പ്രൈസായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ പണമെന്ന് പറയുന്നതും ഈ സംഭവം എന്താണ്? ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുക. അത് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് വേജായിട്ട് കൺസ്യൂമറിന് കിട്ടുന്നു, കൺസ്യൂമറിൻ്റെ കയ്യിലിരിക്കുന്ന വേജ് പ്രൊഡ്യൂസറിന് പ്രൈസായിട്ട് കിട്ടുന്നു. അയാൾ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്ത് ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നു, അതിൻ്റെ വിലയായിട്ട് ഇവർക്ക് കിട്ടുന്ന വേജ് അവർ കൊടുക്കുന്നു. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. പണം ഒരിക്കലും ഒരിടത്ത് ഡെഡായിട്ടിരിക്കുകയല്ല, അത് സർക്കുലേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇത് സർക്കിളായിട്ട് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? സർക്കിളായിട്ട് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇതെപ്പോഴും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരാളുടെ കയ്യിൽ നിന്ന് പോകുന്ന പണം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട. അത് മറ്റൊരാൾക്ക് അത് ഇൻകമാണ്. അയാളുടെ കയ്യിൽ നിന്ന് ആ ഇൻകം പ്രൈസായിട്ട് വീണ്ടും ഒരാൾക്ക് കിട്ടുന്നു, അയാളുടെ കയ്യിൽ നിന്ന് അത് അടുത്തയാളുടേക്ക് പോകുന്നു. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോൾ നമ്മൾ പണം ചിലവാക്കിയാലും അത് മറ്റൊരാളുടെ ഇൻകം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നതാണ് കറൻസി, പണം, അല്ലേ? ഓക്കെ, ഇനിയും ഈ ഒരു ചോദ്യം വന്നാൽ ഈ ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി നമുക്ക് പഠിക്കാം. കൺസ്യൂമേഴ്സ് ഡിപ്പെൻഡ് ഓൺ പ്രൊഡ്യൂസേഴ്സ് ടു മീറ്റ് ദെയർ നീഡ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ കൺസ്യൂമേഴ്സ് ടു മീറ്റ് ദെയർ നീഡ്സ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് ഡിപ്പെൻഡ് ഓൺ കൺസ്യൂമേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ പ്രൊഡ്യൂസേഴ്സ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുക. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലല്ലേ കൺസ്യൂമറിന് ജോലി കിട്ടത്തുള്ളൂ, എങ്കിലല്ലേ അവന് വേജ് കിട്ടുകയുള്ളൂ. പ്രൊഡ്യൂസർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് കൺസ്യൂമർ മേടിക്കണമെങ്കിൽ അവന് വേജ് വേണ്ടേ? ആ വേജ് തന്നെയല്ലേ അവൻ പ്രൈസായിട്ട് ഇവർക്ക് കൊടുക്കുന്നത്. ആ പ്രൈസ് വീണ്ടും ഇവരുടെ വന്നാലല്ലേ ഇവർക്ക് അത് ഇൻകം ആകത്തുള്ളൂ. ആ ഇൻകം ഉണ്ടെങ്കിലല്ലേ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൺസ്യൂമേഴ്സ് ഡിപ്പെൻഡ് ഓൺ പ്രൊഡ്യൂസേഴ്സ് ടു മീറ്റ് ദെയർ നീഡ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ കൺസ്യൂമേഴ്സ് ടു മീറ്റ് ദെയർ നീഡ്. They both of them depend each other. Producers produce goods and services according to the needs of the consumers and deliver to them. Producers goods and services ഉണ്ടാക്കുന്നു, അവർക്ക് ഡെലിവർ ചെയ്യുന്നു. Consumers purchase the goods and services and pay money or paying the value, തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നു. When consumers supply laborers for the production, കൺസ്യൂമർ ആണ് ലേബറിനെ കൊടുക്കുക. കൺസ്യൂമർ തന്നെയായിരിക്കും ലേബർ. അവൻ്റെ അധ്വാനത്തെയാണ് നമ്മൾ ലേബർ എന്ന് വിളിക്കുന്നത്. അവന് ജോലി ചെയ്യാനുള്ള അവൻ്റെ കഴിവിനെയാണ് നമ്മൾ ലേബർ എന്ന് വിളിക്കുക. അപ്പോൾ കൺസ്യൂമർ എന്ത് കൊടുക്കുന്നു? പ്രൊഡ്യൂസറിനെ ലേബർ കൊടുക്കുന്നു. പ്രൊഡ്യൂസേഴ്സ് ഗീവ് വേജ് ടു ദ കൺസ്യൂമേഴ്സ് ആസ് റിവാർഡ്. പ്രൊഡ്യൂസർ തിരിച്ചെന്ത് കൊടുക്കുന്നു? ദേ ഗീവ് വേജ് ടു കൺസ്യൂമേഴ്സ്. ദെയർ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിക്കം പോസിബിൾ ത്രൂ ദ മാർക്കറ്റ്. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് പഠിക്കുന്ന മാർക്കറ്റിനെ പറ്റിയാണ്. അപ്പോൾ അവിടെ രണ്ട് കൂട്ടരും ഉണ്ട്. ആരൊക്കെയുണ്ട്? പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, കൺസ്യൂമേഴ്സും ഉണ്ട്. ഇവർ പരസ്പരം ഇൻ്റർ റിലേഷൻ ഉള്ളവരാണ്. ഇവർ പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തുന്ന ഒരു സംഭവമാണ് ഈ മാർക്കറ്റ്. സോ ദെയർ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിക്കം പോസിബിൾ ത്രൂ ദ മാർക്കറ്റ്. ഇവരുടെ ഇൻ്റർ റിലേഷൻഷിപ്പ് നടക്കണമെങ്കിൽ ഓരോ പ്രൊഡ്യൂസറിനെയും ഓരോ കൺസ്യൂമർക്ക് പോയി കാണാൻ പറ്റുകയില്ല, അല്ലെ ഓരോ കൺസ്യൂമറിനും പ്രൊഡ്യൂസറിന് കൊണ്ടുപോയി സാധനം കൊടുക്കാൻ പറ്റത്തില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഇവരെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇവർ രണ്ട് കൂട്ടരും ആക്ട് ചെയ്യുന്ന ഒരു കോമൺ പ്ലേസ് വേണം. അതാണ് മാർക്കറ്റ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തായിരിക്കും? വാട്ട് ഈസ് മാർക്കറ്റ്, മാർക്കറ്റിൽ നടക്കുന്ന പ്രോസസ്സസ് എന്തൊക്കെയാണ്, മാർക്കറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതെല്ലാം വഴിക്കും നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. May God bless you.